വിഷ്ണു ഇപ്പം എൻ്റെ ലോകമൊന്നുമല്ല, എൻ്റെ ലോകത്തിലുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കുന്ന സമയം എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നാട്ടിൽ ഞാനിപ്പോൾ വല്ലപ്പോഴും വരുമ്പോഴാണ് എനിക്ക് ഫുൾ ടൈം അമ്മടി വെളിച്ചൻ്റെ ഒപ്പം ഇരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അമ്മടി വെളിച്ചൻ്റെ ഒപ്പം ഇരിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും ആയിരിക്കില്ല. അപ്പം അവിടെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് പല പല സന്തോഷങ്ങളുണ്ടായിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകുന്ന ഒരു സന്തോഷം, എനിക്ക് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വേറെ സന്തോഷം, വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കുന്നത് വേറെ സന്തോഷം, കുട്ടികളുടെ ഒപ്പം കളിക്കുന്നത് വേറെ സന്തോഷം, ഇവിടെ വിളിച്ച് സംസാരിക്കുന്നത് വേറെ സന്തോഷം. അപ്പോൾ എല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. ഞാനിങ്ങനെ കേട്ടോ, അത് നമ്മളെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെയും വളരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞില്ലേ, കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യം. മലയാളികളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ചോദ്യമാണത്. ഈ ചോദ്യം പോലും ഐശ്വര്യനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നില്ല, ദേഷ്യം പിടിപ്പിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? എന്നോട് അങ്ങനെ നേരിട്ടാരും ഇന്നേ വരെ ചോദിച്ചു. ഇത്തവണ 1-2 ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ചോദിച്ചു. അവർക്ക് അറിയാനുള്ള കാര്യമല്ലേ ചോദിക്കുന്നത്, എനിക്ക് പറയാനുള്ള കാര്യം പറയുന്നു. അപ്പൊ എന്താ നമ്മളൊരു മറുപടി സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് കൊടുക്കാനുള്ളത്? ഇല്ല, ഞാൻ ചെറുപ്രായമല്ലേ, ഇപ്പം ഇതിനാണ് ചോദിക്കും.